സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം. ഇപ്രാവശ്യം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഒരു എക്സാമിനേഷനെ പറ്റി പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതും വളരെ സാധ്യതയുമുള്ളതുമായ ഒരു ജോലി സാധ്യതയുമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപയോഗപ്പെടാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും ഡിപ്ലോമ ഉള്ളവർക്കുമാണ്. ആദ്യമേ ഞാനിതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സെക്ടർ അല്ലെങ്കിൽ ബിടെക്. അപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ടർ എന്ന് ഞാൻ വൈഡായിട്ട് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു മിക്കവാറും ഏത് സെക്ടറിൽ ചെയ്തവർക്കും എലിജിബിലിറ്റി ഉണ്ടെന്നാണ് പല വേക്കൻസികൾക്ക്. അതായത് സിവിൽ എഞ്ചിനീയർ ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, വിവിധ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ വിവിധ പോസ്റ്റുകളിലേക്കായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്രാവശ്യം ഏജിനൊരു വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഏജ് എന്ന് പറയുന്നത് 32 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്രാവശ്യം ഗവൺമെന്റ് ചെറിയ വേരിയേഷൻ നടത്തിയിരിക്കുന്നത്, നമ്മുടെ കോവിഡ് കാലം കൊണ്ട് 3 വർഷത്തെ നഷ്ടം, 2-3 വർഷത്തെ നഷ്ടം നമുക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ വർഷം ഏജ് എന്ന് പറയുന്നത് 36 വരെയാക്കി. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ദിസ് ഈസ് എ വെരി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങളുടെ ഏജ് 18-നും 36 വയസ്സ് ആസ് ഓൺ 1 ജനുവരി 2025 ആണ്. അപ്പോൾ നിങ്ങളുടെ ഏജ് 36 വയസ്സിൽ താഴെയാണെങ്കിൽ, നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങളൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, സർട്ടൻലി യു ക്യാൻ ട്രൈ ഫോർ ദിസ് ജോബ്. അപ്പോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 7951 ആണ്. അതാണ്ട് 8000-ത്തിലധികം വരാൻ സാധ്യതയുണ്ട്. അത്രയും വേക്കൻസി വരുന്നുണ്ട്. ഇതെല്ലാം ഒറ്റ സ്ട്രീമിലല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുറേ വേക്കൻസീസ് ഉണ്ട്, സിവിലിനുണ്ട്, IT-ക്കുണ്ട്. അങ്ങനെ ഡിവിഷൻ വൈസ് കുറച്ച് വേക്കൻസികളുടെ വ്യത്യാസം വരും. ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, സോൺ വൈസ് ആണ് സെലക്ഷൻ നടക്കുന്നത്. റെയിൽവേ, നിങ്ങൾക്കറിയാം, റെയിൽവേ പല സോണുകളാണുള്ളത്. അപ്പോൾ സോണിലാണ് വേക്കൻസി വരുന്നതും റിക്രൂട്ട്മെന്റ് നടത്തുന്നതും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ സേ ട്രിവാൻഡ്രം, യു ആർ എലിജിബിൾ ഓൺലി ഫോർ ട്രിവാൻഡ്രം ദെൻ. അപ്പോൾ ഓൾ ഇന്ത്യ ബേസിസിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ല, അപ്പോയിൻമെന്റ് പ്രോസസ് അല്ല നടക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഗുണങ്ങൾ കൂടിയുണ്ട്. ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് സമീപത്തോ നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ചോ നിങ്ങളുടെ സാധ്യതകളോ അനുസരിച്ചോ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേക്കൻസി ടോട്ടൽ നമ്പർ കുറയും. ഇതിനകത്ത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തത്, ഒരു സോണിൽ അപ്ലൈ ചെയ്യുന്നവർ വേറൊരു സോണിൽ 2 ആപ്ലിക്കേഷൻ ഇട്ടാൽ നിങ്ങൾ ഇന്നെലിജിബിൾ ആകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സെക്ടർ ഓർ ബിടെക്. രണ്ടാമത്തത്, ഏജ് അപ് ടു ദ ഏജ് ഓഫ് 36. മൂന്നാമത്തത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സോൺ വൈസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലൊക്കെ എങ്ങനെയൊക്കെയാണ് സോണിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോൺ തിരഞ്ഞെടുക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്. സോൺ തിരഞ്ഞെടുക്കപ്പെടുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, നമുക്ക് ജനറൽ ഗൈഡ് ലൈൻസ് തരാൻ പറ്റില്ല, ഇൻഫർമേഷൻ മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ പോകുന്നുവെങ്കിൽ, നിങ്ങൾ എടുക്കാൻ പോകുന്നെങ്കിൽ എവിടെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് നിങ്ങൾ എവിടെ പഠിക്കണം എന്ന് നിങ്ങളൊരു സെലക്ഷൻ നടത്തിയതുപോലെ നിങ്ങൾക്കൊരു സെലക്ഷൻ നടത്തേണ്ടി വരും. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കേരളത്തിനോ അല്ലെങ്കിൽ വളരെ ചുറ്റുവട്ടത്തോ ഒരു ജോലി ലഭിക്കണമെന്നുള്ളതായിരിക്കും. അപ്പോൾ കേരളമുണ്ട്, നിങ്ങൾക്ക് ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, മുംബൈ ഉണ്ട്, ഈ റീജിയണിലൊക്കെ, സെക്കൻഡറാബാദ് ഉണ്ട്, ഇവരൊക്കെ ആ റീജിയണിൽ വരുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഡൽഹിയിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, അവർക്ക് ഡൽഹി മാത്രമല്ല, അവർക്ക് ചണ്ഡീഗഡ് ഉണ്ട്, അവർക്ക് ബിലാസ്പൂർ ഉണ്ട്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ താമസിക്കുന്നവരാണെങ്കിൽ കൽക്കട്ടയിൽ വളരെയധികം വേക്കൻസി ഉണ്ട്. അപ്പോൾ വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾക്കൊരു ഓപ്ഷൻ സാധ്യതയുള്ളത് എന്ന് വച്ചാൽ നിങ്ങൾക്കവിടെ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തേത്, എവിടെയെങ്കിലും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത്, അവിടെ സാധ്യത കൂടുതലാണ്, അവിടെ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എൻ്റെ എയിം എന്ന് പറയുന്നത്
ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന വേക്കൻസികളെ പറ്റി വിവരം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഏജിലേക്കൊന്ന് പോവുകയാണ്. 36 വയസ്സ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ പല കുഞ്ഞുങ്ങളും ചിലപ്പോഴെങ്കിലും ഒരു 6-7 വർഷം മറ്റ് സെക്ടറുകളിലൊക്കെ ജോലി ചെയ്തിട്ട് ആവശ്യത്തിന് പണമൊക്കെ സമ്പാദിച്ച് ഇനിയും എനിക്കൊരു കംഫർട്ട് സോണിലേക്ക് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ജോബ് ഫോർ ദം. ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഞാനത് പറയുന്നത് പലരും എന്നെ വിളിച്ചത് പറഞ്ഞിരുന്നു, അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നൗ ഇഫ് യു ആർ തിങ്കിങ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് ദെൻ ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾക്ക് സാധാരണ പറയാറില്ലേ, റെയിൽവേയിൽ ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർ പോയി കഴിഞ്ഞപ്പോൾ റെസ്പോൺസ് മോശമായിരുന്നു, ഇവരൊന്നും ജോലി ചെയ്യുന്നില്ല, ഇതൊക്കെ നമ്മുടെ ജനറൽ കമൻറ്റുകളാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാട്ട് വാസ് യുവർ കോൺട്രിബ്യൂഷൻ ഫോർ ദിസ്? രാജ്യത്തിന് മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ ഗവൺമെൻറ് സെക്ടറിൽ ജോലിക്ക് വന്നെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയുള്ളൂ. ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രം ചെയ്യേണ്ട ജോലിയല്ല, ഇത് എക്സിക്യൂട്ടീവ്സൂടെ വളരെ പങ്ക്ച്വലായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സർവീസസ് കിട്ടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് റെയിൽവേയിൽ നിന്നും, യു ക്യാൻ തിങ്ക് ഓഫ് ദിസ്, ഐ ക്യാൻ ബി ദ പാർട്ട് ഓഫ് റെയിൽവേ. അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ ഏജിനെ പറ്റി പറഞ്ഞു, വേക്കൻസിയെ പറ്റി പറഞ്ഞു, സോണിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴും നിങ്ങളുടെ ഒരു വലിയ ചോദ്യമുണ്ട്, എനിക്ക് എത്ര ശമ്പളം കിട്ടും? ദാറ്റ് യു ഷുഡ് കൺസിഡർ. എത്രയാണ് ശമ്പളം കിട്ടുന്നത്? ഗവൺമെൻറ് സെക്ടറിൽ ഇത് ലെവൽ 6 പോസ്റ്റ് എന്നാണ് പറയുന്നത്. ലെവൽ 7 വളരെ കുറച്ച് വേക്കൻസി ഉണ്ട്. ലെവൽ 6 എന്ന് പറഞ്ഞാൽ ഒരു അർബൻ പോസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ശമ്പളം ഏതാണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ഒരു 70,000 റുപ്പീസാണ്. എന്തായിരുന്നാലും 60-നും 70-നും ഇടയ്ക്ക് ഒരു പോസ്റ്റിന് ജോലി സാമ്പത്തികം നിൽക്കട്ടെ, ശമ്പളം കിട്ടും പെർ മന്ത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മറ്റേതെങ്കിലും സെക്ടറിൽ തുടക്കക്കാർക്ക് ഇത്രയും ശമ്പളം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈവൻ എഞ്ചിനീയേഴ്സിന് സാധ്യതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. പ്ലസ് എവറി വർഷം എവറി ഇയർ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇൻക്രിമെന്റ് ഓഫ് ഓൾമോസ്റ്റ് 10% ബൈ കൺസിഡറിങ് DA ആൻഡ് ദ ഇൻക്രിമെന്റ്. അപ്പോൾ അങ്ങനെ ഒരു സേഫ് പോസ്റ്റിംഗ്, നിങ്ങളുടെ കംഫർട്ടബിൾ സോണിൽ കിട്ടാവുന്ന ഒരു സാധ്യത, ഇതിനേക്കാളൊക്കെ ഉപരി രാജ്യത്തെ സേവിക്കുവാനുള്ളതും രാജ്യത്തെ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങളത് കളഞ്ഞു. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് August 29 ആണ്. അതുവരെ ലൈൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇത് വളരെ ഷോർട്ടാക്കാനുള്ളതാണ്. 2 tier എക്സാമിനേഷനാണ്. ഒന്നാമത്തത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഒന്നാമത്തെ ടിയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ്. റിപ്പീറ്റ് ചെയ്യുന്നു, മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ്. ഒരു പക്ഷേ CGL-ഉമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു അല്പം കുറവുള്ളത് ഇംഗ്ലീഷ് എന്നൊരു കടമ്പ അതിനകത്ത് ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇത് വളരെ സന്തോഷപ്രദമായ ന്യൂസ് ആയിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് ടയർ ഓഫ് എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് സെക്ടറിലാണോ പഠിച്ചത്, നിങ്ങൾ എവിടെയാണോ ജോലിക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത്, അവിടെ നിന്ന് 100 ക്വസ്റ്റ്യൻസ് വരും. സപ്പോസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിനേഷൻ അതിൽ നിന്നുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്ലൈ ചെയ്യുവാനുള്ള സമയമായിട്ടുണ്ട്. എക്സാമിനേഷൻ നടക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് മേ ബി എനി ഡേ ആഫ്റ്റർ ഡിസംബർ. ഒരു 3 മാസം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ Tier 2 അതിനുശേഷം ഒരു 2 മാസം കൂടി ഉണ്ട്. എന്തായിരുന്നാലും ടോട്ടൽ പ്രൊസീജിയറിനൊരു 6 to 8 months എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കൃത്യമായി എക്സാമിനേഷൻ നടത്തുകയും ഈ ഒരു വർഷം തന്നെ ജോലി കിട്ടാൻ സാധ്യതയുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തേത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എല്ലാ വർഷവും വേക്കൻസി ഇറക്കാറില്ല. അവർ അടുത്ത വർഷം തൊട്ട് അതിന് ശ്രമിക്കുന്നു എന്ന് പറയുന്നതെങ്കിലും എത്രമാത്രം അത് പ്രായോഗികമാകുമെന്ന് അറിയുന്നില്ല. പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള ചിന്തയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ യു ഹാവ് എസ്പെഷ്യലി ദ എഞ്ചിനീയേഴ്സ് and the diploma holders in the engineering sector has got a very excellent opportunity to get into Indian Railways with the better specs and a better location. So എനിക്ക് വീണ്ടും പറയാനുള്ളത്, പ്രിപ്പയർ ചെയ്യുക,
അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ വീണ്ടും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ ഡൗട്ട് ഒന്ന് ഇടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഇതുപോലുള്ള വേക്കൻസികളുമായിട്ടും ഒപ്പം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഈ എക്സാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നുള്ള വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. താങ്ക് യു.